ഉന്മേഷ് എൻ വാസുവിന്റെയും അതുപോലെ തന്നെ കെ എസ് ബൈജുവിന്റെയും ജാമ്യാപേക്ഷയിലാണ് കോടതി കൊല്ലം വിജിലൻസ് കോടതി വിശദമായ വാദം കേട്ടത്. ഇതിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ പ്രധാനമായും വാദിച്ചത് ഈ എൻ വാസുവിന്റെ അഭിഭാഷകൻ പ്രധാനമായും വാദിച്ചത് ഈ കേസുമായി എൻ വാസുവിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. എൻ വാസു ദേവസ്വം കമ്മീഷണർ ഇരിക്കുകയാണ് ഈ സ്വർണ്ണ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി തേടുന്നത്. സ്വാഭാവികമായി ഉദ്യോഗസ്ഥർ ഒപ്പിട്ട പേപ്പർ അത് ദേവസ്വം ബോർഡിന്റെ അനുമതിക്കായി സമർപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് അഭിഭാഷകർ വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ ഒരു നേരിട്ട് ഒരു ടേക്ക് എൻ വാസു എടുത്തിട്ടില്ല. ഇതിൽ ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ് ഫൈനലായി ഉണ്ടാകേണ്ടത്. അത് ദേവസ്വം ബോർഡാണ് എടുത്തത്. ഇക്കാര്യത്തിൽ തനിക്ക് കാര്യമായ ഉത്തരവാദിത്തം ഇല്ല എന്നുള്ളതാണ് എൻ വാസുവിന്റെ അഭിഭാഷകൻ കോടതിക്ക് മുമ്പാകെ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. ഇതേ സമയം പ്രോസിക്യൂഷൻ പറഞ്ഞത് എൻ വാസു ഒരു ശുപാർശ കത്ത് എന്ന രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കത്ത് ദേവസ്വം ബോർഡിന് നൽകിയത് എന്നുള്ളതാണ്. ഇതിൽ കൃത്യമായ ഒരു കൂട്ടുത്തരവാദിത്തമാണ് എല്ലാ പ്രതികൾക്കും ഉള്ളതെന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഈ രണ്ട് ജാമ്യാപേക്ഷയിലും വിശദമായ വാദം പൂർത്തിയാക്കിയ കോടതി ഡിസംബർ 3-ന് ഈ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയാനായി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. മറ്റൊന്ന് കെ എസ് ബൈജുവിന്റെ ജാമ്യാപേക്ഷയിൽ ഈ മാസം 29-നും കോടതി വിധി പറയും. ഇതിൽ ഏറ്റവും പ്രധാനം നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SIT ടീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ കേസിൽ കോടതിയ വാദം കോടതിക്കുള്ളിൽ നടന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യവും നാളെ അറിയാം. പത്മകുമാറിനെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ശരി, ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.